ടാബ്ലറ്റ് എനിക്ക് ഒന്ന് മാറ്റി തരുമോ ഡോക്ടർ? എങ്ങനെയുണ്ട്? പെയിൻ ഇപ്പോൾ കുറവുണ്ടോ? ഒരു കുറവുമില്ല. വയറിന്റെ പെയിൻ കൂടാതെ ഇപ്പോ മെന്റൽ സ്ട്രെയിനും ആയി. എന്റെ ഹസ്ബൻഡ് രൂപേഷ്, എന്നെക്കാൾ അദ്ദേഹത്തിനായിരുന്നു ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള തിടുക്കം. ഞാൻ ഒരിക്കലും അമ്മയാവില്ലെന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ആ മുഖം കാണുമ്പോ എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഇത് കേട്ട ആ മനസ്സിന് അത് താങ്ങാനുള്ള ശേഷിയില്ലെങ്കിലോ എന്ന് ഞാൻ സംശയിച്ചു. ഇതിപ്പോ ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ. പിന്നെ ഡോക്ടർ തരുന്ന മരുന്നുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായി എനിക്ക് ഒരമ്മയാവാൻ കഴിഞ്ഞെങ്കിലോ? ഇത്രയൊക്കെ വേദന വന്നിട്ടും ഞാനതെല്ലാം സഹിച്ചതും ആ ഒരു പ്രതീക്ഷയിലാണ്. പക്ഷെ ഇന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയാമെന്ന്. എന്തും വരട്ടെ, അവസാന ശ്രമം എന്നോണം ഡോക്ടറെ കണ്ട് ഒന്ന് ചോദിക്കാന്ന് കരുതി. പറ ഡോക്ടർ, എന്നെങ്കിലും എനിക്കൊരമ്മയാവാൻ കഴിയുമോ? പ്ലീസ് ഡോക്ടർ, പറയണം. ഡോക്ടർ പറഞ്ഞാ മതി. ഉറപ്പില്ലെങ്കിലും അങ്ങനെയൊന്ന് ഡോക്ടറുടെ വായിന്ന് കേട്ട ഞാനിനി പറയണ്ടല്ലോ അദ്ദേഹത്തോട്. അദ്ദേഹത്തെ വിഷമിപ്പിക്കണ്ടല്ലോ. എനിക്ക് ഡോക്ടറെ വിശ്വാസമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ നിങ്ങളുടെ ലേറ്റസ്റ്റ് റിസൾട്ട് എടുത്ത് നോക്കിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ യൂട്രസിലെ ഒരു പാട പോലത്തെ ആവരണത്തെ പറ്റി. ഒരു കീഹോൾ സർജറിയിലൂടെ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കത്... ഐ എം സോറി ദർശന, ഐ എം സോറി. ഡോക്ടർ, കൺസൾട്ടിംഗ് ഫീ? അതിപ്പോ വേണ്ട. നിങ്ങൾ ഞാൻ പരിശോധിച്ചതുപോലും ഇല്ലല്ലോ, പിന്നെന്തിനാ? അത് കുഴപ്പമില്ല ഡോക്ടർ, പേടിക്കണ്ട. ഞാൻ സൂയിസൈഡ് ചെയ്യൊന്നുമില്ല. മരുവത്തൂർ വീട്ടിലേക്ക് ഭർത്താവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോ ഞാനൊരു പുഞ്ചിരി എടുത്ത് ചുണ്ടിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് ചിരിക്കും. ഉള്ളില് കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ ഡോക്ടർക്കറിയോ? പഠിക്കണം. ഡോക്ടറും ഒരു പെണ്ണല്ലേ, ഒരമ്മയല്ലേ. ചിലപ്പോ അത്യാവശ്യം വന്നേക്കും. ശരി ഡോക്ടർ. ഈശ്വരന്മാരെ, എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ.